രബിൻഷേ, എന്തിട്ടേട്ടാ നീ ഇതിലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാണ്ട് അമ്മ പറയാണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു വിടുക അമ്മയ്ക്ക്. അമ്മ എപ്പോഴും പറഞ്ഞിട്ട് വേണം. ഏട്ടാ അമ്മ പറഞ്ഞാലില്ലേലും ഞാൻ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ ഏട്ടന്റെ വക്കാലത്തൊന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കി കൊടുത്താ പോരാ, ഞാൻ ഉണ്ടാക്കി എന്നാ ശരി. കൊടുത്തോളാം. നമ്മൾക്ക് ഇന്ന് അമ്മയ്ക്ക് പറയാതെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അല്ലെ. അതിനിതേ നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ടയും അതിലേക്ക് ഏലക്കായപ്പൊടിയും ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് 2-3 ടീസ്പൂൺ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ആ സൈഡിലേക്ക് വകഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൊത്തിപ്പൊരിച്ചെടുക്കുക. അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മുടെ നാളികേരം കൂടെ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടിയും കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗള് മൈദപ്പൊടി ഇട്ട് കൊടുത്തു, 2 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു, പിന്നെ നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു, ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട് അതിലേക്ക് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ആ സൈഡിൽ കൂടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അതിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ വീണ്ടും ഇത്തിരി നെയ്യ് തടവി കൊടുത്ത് വീണ്ടും നമ്മളുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും സൈഡിൽ കൂടെ മാവ് ഒറ്റിച്ചു കൊടുക്കുക. തിരിച്ച് ഇപ്പുറത്തേക്ക് മടക്കുക. വീണ്ടും നമ്മൾ അപ്പുറ സൈഡിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒരു 5 ലെയറെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അത് നമ്മൾ എല്ലാതും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്യുക അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇത് ഇവിടെ റെഡിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ അമ്മയ്ക്ക് ചായ കൊടുക്കട്ടെ കേട്ടോ. എന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയെന്ന് പറയാണ്ട് ഉണ്ടാക്കിയ കടി ഉറങ്ങി നിൽക്കുമ്പോഴേക്കും സന്ധ്യ എന്തോ ചായക്ക് കടി ഉണ്ടാക്കിണ്ടാ വാ നന്നായി. എന്നും പറഞ്ഞാലും ഉണ്ടാക്കാറുണ്ട്. എന്താണോ പറയാണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ പതുക്കെ തിന്നെ, ഞാൻ മുഴുവൻ തിന്നൊന്നുമില്ല. അമ്മയ്ക്ക് അത് എനിക്ക് അമ്മയ്ക്ക് എനിക്ക് മാത്രം തന്നാ മതി. മധുരം ഒന്നും അധികം കഴിക്കാൻ പാടില്ല. ഇപ്പൊ സൂപ്പറുണ്ട്.